വെൽക്കം ടു ജോസ്കോ വനിതാരത്നം 3. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ പ്ലീസ് വെൽക്കം ആർ എസ്റ്റീം ജഡ്ജസ് മിസ് ശോഭന ആൻഡ് ശ്രീ മുരളി മേനൻ. ഒരുപാട് വ്യൂവേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരെന്ന് പറയുന്ന വ്യൂവേഴ്സ്, ദേ ഹാവ് ഓൾ റെസ്പോണ്ടഡ് ബാക്ക് സെയിങ് ദാറ്റ് ശോഭന ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഭംഗി വെച്ചു. ചേച്ചിയോട് ഇതിൻ്റെ എന്താ രഹസ്യം എന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നല്ല ക്യാമറമാൻ ആണെന്ന്. വെരി ഗുഡ്. ആഹാ, അരെ വാ. സി, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്നുള്ളത് ഇറ്റ്സ് വെരി ഹാപ്പിയാണ്, പീസ്ഫുള്ളാണ്. സോ എപ്പോഴും എൻ്റെ കൂടെ പിള്ളേരുണ്ടാവും. എൻ്റെ പിള്ളേരല്ല, ഐ ലൈക്ക് കിഡ്സ്, സ്റ്റുഡൻസ് ആണ്. ബട്ട് അവരുടെ സ്കൂൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരണത് സ്കൂളിലേക്കാണ്. അവരുടെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരണത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. ആൻഡ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഐ തിങ്ക് ഒരുപാട് പിള്ളേരുണ്ട്, 200 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഏജ് ഗ്രൂപ്പും ആൻഡ് പിള്ളേരുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് അവർ ഓണസ്റ്റാണ്. സോ അവർ കണ്ണിലിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും ഓണസ്റ്റ് ചിൽഡ്രൻ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ആയിരിക്കാം അതിൻ്റെ ഒരു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെയ്യണത്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. സോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ലൈഫ് ഐ തിങ്ക് ഇസ് ഓൾസോ ദാറ്റ് ഒരു യോഗയെ പോലെയാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് പ്രോബബ്ലി ഓൾസോ വൈ. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് നോട്ട് ചെയ്യാനുള്ള കാരണം ചേച്ചിനെ ഓൺ സ്ക്രീൻ ഫിലിമിൽ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണല്ലോ കൂടുതലും കണ്ടിരിക്കുന്നത്. പ്രോബബ്ലി ഇങ്ങനെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു ടെലിവിഷൻ ഷോയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും അടുത്തോട്ട് അറിയുമ്പോൾ ആ ഒരു ഒപ്പീനിയനും ആവും. നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻറ്റ് സോണിയാണ്. പ്ലീസ് വെൽക്കം സോണിയ ഓൺ സ്റ്റേജ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് വിത്ത് കിഡ്സ് റൗണ്ടാണ്. കണ്ടാൽ അറിയാലോ, സ്കൂൾ കുട്ടികളായിട്ടാണ് വരുന്നത്. രംഗീലയിലെ യായരേ യായരേ എന്ന് പറഞ്ഞ സോങ്ങാണ് സെലക്ട് ചെയ്തത്. എന്താ ഇയാളുടെ പേര്? ഹിമ. ഈ ഡ്രസ്സ് എനിക്ക് മനസ്സിലായി, സ്കൂൾ ഗോയിങ് കിഡ്സ് ആണോ? ചേച്ചി അനീതിയാണോ അതോ ഫ്രണ്ട്സ് ആണ്? ഫ്രണ്ട്സ് ആണോ? ഇത് എത്ര വയസ്സുണ്ട് ഇയാൾക്ക്? ഫ്രണ്ട്സ് മീൻസ് എന്തോ 5ാം ക്ലാസ്, ഞാൻ ഒരു 10ാം ക്ലാസ് ആണ്. ഓ, 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഡാൻസ് ആണോ സ്കിറ്റ് ആണോ? ഡാൻസ് ആണോ? ഇപ്പോൾ ഡാൻസ് ചെയ്യും അല്ലേ? ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യണേ.
വെൽ ഡൺ. എനിക്ക് ഇഷ്ടമായി ഒരുപാട്. ശോഭനേച്ചി, ഹിമ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായി കളിച്ചു. പേടി തോന്നിയോ? വെരി നൈസ്. നന്നായിട്ട് ചെയ്തിരുന്നു രണ്ടാളും. നിങ്ങൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. എല്ലാ മൂവ്മെൻറ്റ്സും ഭയങ്കര പ്രൊഫഷണലായിട്ട് കോർഡിനേറ്റ് ചെയ്തു. എത്ര 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 ദിവസം എടുത്തു റിഹേഴ്സലിന്? ഒരാഴ്ച. എനിവേ നന്നായിരുന്നു. എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവാം. എനർജി ലെവൽസ് ആക്ച്വലി ഓക്കെയാണ്. അവളുടെ ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. സോ ആ എല്ലാം മാച്ചായിരുന്നു ഓൾമോസ്റ്റ്. സോ കുറച്ചും കൂടി എനർജി, കുറച്ചും കൂടി വൈബ്രൻസി ഈ പാട്ടിൽ, പാട്ടും ഡാൻസൊക്കെ കാണുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് ഓക്കെ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തു ആൻഡ് സ്വീറ്റായിട്ട് ചെയ്തു. കിഡ് അഗൈൻ ഇസ് എ ക്രെഡിറ്റ് ഹിമ. ഓക്കെ, കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്. ഒരു ഡബിൾ ചിരി പോരട്ടെ. അങ്ങനെ മുരളിട്ടാ. ഞാൻ ഹിമ നടന്നു വരുമ്പോഴേ ശ്രദ്ധിക്കായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ശോഭനോട് ഞാൻ പറയുകയും ചെയ്തു, ദ വേ യു വാക്ക്ഡ് ഇൻ, ദാറ്റ് സ്മൈൽ, എവറിത്തിങ് വാസ് ഫാന്റാസ്റ്റിക്. കുട്ടി ഡാൻസ് ചെയ്തതും ഡാൻസിൻ്റെ അകത്തുള്ള അഭിനയവും എല്ലാം വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്ത് ആക്ച്വലി യു ഫൊഗോട്ട് സം സ്റ്റെപ്സ് ആൻഡ് യു വർ ടേക്കിംഗ് ദ സ്റ്റെപ്സ് ഫ്രം ഹർ. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഹിമ, പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. ഇത് ഇങ്ങനെയും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഇതങ്ങ് വിടും. അങ്ങനെ വിടരുത്. ജസ്റ്റ് കീപ്പ് ഓൺ ഡൂയിങ് വാട്ട് എവർ യു ഡു. ഓക്കെ.